എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. IPL അങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മാർച്ച് 3 മുതൽ CSK തങ്ങളുടെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നായകൻ മഹേന്ദ്ര സിംഗ് ധോണി കഴിഞ്ഞ ആഴ്ചയോടുകൂടി അവരുടെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ CSK ഇത്തവണ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഡെവൺ കോൺവേ IPL കളിക്കില്ല എന്നുള്ളതാണ്. ന്യൂസിലാൻഡ് താരമായിട്ടുള്ള കോൺവേ ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പരയ്ക്കിടെ തള്ളവിരലിനേറ്റ പരിക്ക് മൂലം കളിക്കളം വിട്ടിരുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് മെയ് പകുതിയോളം വരെ റിക്കവറിക്ക് വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സോ അതിനാൽ തന്നെ ഡെവൺ കോൺവേ IPL നിന്ന് മുഴുവനായും റോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ CSK നിലവിൽ ഡെവൺ കോൺവേക്ക് ഒരു റീപ്ലേസ്മെൻറ്റിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. സോ റീപ്ലേസ് ഇല്ല, അതായത് ഡെവൺ കോൺവേക്ക് ഇതുവരെയും റീപ്ലേസ് CSK മാനേജ്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ CSKയുടെ അടുത്ത സീസണിലെ ഒരു പ്രോബബിൾ വളരെ ശക്തിയുള്ള ഒരു സ്ട്രോങ്ങസ്റ്റ് പ്ലേയിങ് 11 നമുക്ക് നോക്കാം. ഓപ്പണിങ്ങിൽ നമുക്കറിയാം, കഴിഞ്ഞ സീസൺ മുതൽ തന്നെ ഋതുരാജ് ഗേക്വാദ് ഡെവൺ കോൺവേ സഖ്യമായിരുന്നു. ശരിക്കും IPLലെ ഒരു മികച്ച ഓപ്പണിംഗ് ജോഡി തന്നെയാണ് ഗേക്വാദും അതോടൊപ്പം തന്നെ ഡെവൺ കോൺവേയും. എന്നാൽ ഇത്തവണ കോൺവേ ഇല്ലാത്തതിനാൽ തന്നെ ഋതുരാജ് ഗേക്വാദിനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ CSKയുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള രജിൻ രവീന്ദ്ര എത്തിയേക്കും. ഋതുരാജ് ഗേക്വാദും അതോടൊപ്പം തന്നെ രജിൻ രവീന്ദ്ര ആയിരിക്കും ഈ സീസണിൽ CSKയ്ക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബാറ്റ്സ്മാൻമാർ. വൺ ഡൗൺ ആയിട്ട് പതിവ് പോലെ തന്നെ അജിൻക്യ രഹാനെയും, 4-ാം നമ്പറിൽ ശിവം ഡ്യൂബെ, 5-ാം നമ്പറിൽ ഓൾറൗണ്ടറായിട്ടുള്ള മൊയ്ൻ അലി, പിന്നീട് ഡാരിൽ മിച്ചൽ, രവീന്ദ്ര ജഡേജ, ക്യാപ്റ്റൻ ആൻഡ് വിക്കറ്റ് കീപ്പർ മഹേന്ദ്ര സിംഗ് ധോണി, മെയിൻ ബോളർമാരായിട്ട് ദീപക് ചഹാറും ഷാർദുൽ ഠാക്കൂറും. പിന്നീടുള്ളത് മുസ്തഫിസുർ റഹ്മാനാണ്. നമുക്കറിയാം, ബംഗ്ലാദേശ് താരം നിലവിൽ പരിക്കിൻ്റെ പിടിയിലാണ്. അദ്ദേഹം IPL കളിക്കുമോ എന്നൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. സോ ഈ ഒരു പ്ലേയിങ് 11 അനുസരിച്ച് മുസ്തഫിസുർ റഹ്മാനും ആ ഒരു 11ലേക്ക് സ്ഥാനം കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് CSKയുടെ IPL വരാണ്ടിരിക്കുന്ന IPLലെ ഒരു പ്രോബബിൾ സാധ്യത 11 എന്ന് പറയുന്നത്. കോൺവേയുടെ അഭാവത്തിൽ ഗേക്വാദിനൊപ്പം രജിൻ രവീന്ദ്ര ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും. പിന്നീട് അജിൻക്യ രഹാനെ, ശിവം ഡ്യൂബെ, മൊയ്ൻ അലി, ഡാരിൽ മിച്ചൽ, രവീന്ദ്ര ജഡേജ, MS ധോണി, ദീപക് ചഹാർ, ഷാർദുൽ ഠാക്കൂർ, മുസ്തഫിസുർ റഹ്മാൻ എന്നിങ്ങനെയാണ് CSKയുടെ ഒരു പ്രോബബിൾ 11 എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം മുസ്തഫിസുർ റഹ്മാൻ്റെ കാര്യം നമുക്കറിയാം, വൈകാതെ തന്നെ അപ്ഡേറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ പരിക്കിൻ്റെ പിടിയിലാണ് താരം. അദ്ദേഹത്തിന് IPL എത്ര മത്സരങ്ങൾ നഷ്ടമാകും അല്ലെങ്കിൽ പൂർണ്ണമായും ആരോഗ്യവാനായി തിരിച്ചു വരുമ്പോൾ ഒന്നും നിലവിൽ വ്യക്തത വന്നിട്ടില്ല. എന്നിരുന്നാലും വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഒരു വ്യക്തത CSK മാനേജ്മെൻറ്റ് ഉറപ്പായിട്ടും പുറത്തു വിടുമെന്ന് നമുക്ക് കരുതാം. അതോടൊപ്പം തന്നെ ഡെവൺ കോൺവേയുടെ ഒരു പകരക്കാരനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് എന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.